കാതോട് കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. നമസ്കാരം. നെയ്യാറ്റിൻകര റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന വേദിയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ഇടമാണ് ഈ കലയിടം. കലയിടം എന്താണെന്നുള്ളത് നമുക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം. ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വേദിയിൽ വ്യത്യസ്തമായൊരു കലയിടം. സാർ, എന്താണ് ഈ കലയിടത്തിൻ്റെ ഒരു പ്രത്യേകത? കലയിടം എന്നത് സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരിച്ച് ഒരുപാട് പേര് മത്സരത്തിൽ തോറ്റുപോവുകയും അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്താവുന്നുണ്ട്. എന്നാൽ മത്സരിക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മത്സരിച്ച് ഏതെങ്കിലും സ്ഥാനത്ത് എത്താത്തവരും ഒപ്പം മത്സരിച്ച് സ്ഥാനം കിട്ടിയവരും അതിനും പുറമെ മത്സരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വേദിയിലും കയറാൻ കഴിയാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ ഏറ്റവും ലളിതമായി ഒരു പാട്ടെങ്കിലും, ഇവിടെ പാട്ട്, ഡാൻസ്, മിമിക്രി, കഥ, കവിത ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാട്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പാടാത്തവർ ഇവിടെ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതമായി പറയാനുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു വേദിയായി മാറിയത്. തീർച്ചയായിട്ടും അധ്യാപകർ മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും ഇനി ഒപ്പം ഇവിടെ നമ്മുടെ കൂടെ സേവനം ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്നവർ, ഈവൻ ഇവിടെ പാചക വൃത്തിയിൽ ഏർപ്പെടുന്ന സഹോദരന്മാർ, അവരൊക്കെ തന്നെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ വേദിയായി ഈ കലയിടം മാറിയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്കുണ്ടായത് തന്നെ ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ രാവിലെ തന്നെ ഈ പ്രവർത്തനത്തിൽ ഇവിടെ വരും. പക്ഷേ രാവിലെ ഭക്ഷണം തയ്യാറാവുന്നതിന് ഒരു നിശ്ചിത സമയമെടുക്കും. ആ സമയത്തിനിടയിൽ ഞങ്ങളൊക്കെ പാട്ട് പാടുകയും ഇവിടെ ഞങ്ങളുടേതായ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഞങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്ക് കൂടി പകരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. അപ്പോൾ പിന്നീട് മനസ്സിലായതാണ് ഈ മറ്റുള്ളവരെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിക്കാമെന്നുള്ളൂ. അങ്ങനെയാണ് കലയിടം എന്നൊരു പേര്. ഇത് രുചിയിടമാണ്. രുചിയിടത്തിനോട് ചേർന്ന് കലയിടം എന്നൊരു വേദി കൂടി തയ്യാറാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആഹാരവും കഴിക്കാം, നല്ല പാട്ടും കേൾക്കാം, അല്ലെങ്കിൽ കലാപരിപാടികളും കാണാം എന്നുള്ള ആശയമായിരുന്നു. തീർച്ചയായിട്ടും പാട്ടും ഊട്ടും, അതാണ് ഞങ്ങൾ അതിന് വേറൊരു പേര് കൊടുത്തത്. അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നില്ല എങ്കിലും ഊട്ടും പാട്ടും എന്നതും ഞങ്ങളുടെ മനസ്സിലുള്ള മറ്റൊരാശയമാണ്. വളരെ മനോഹരമായ ഒരു ആശയമായിട്ടാണ് തോന്നുന്നത്. കാരണം സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വേദിയിൽ കയറാനോ എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കാനോ സാധിക്കാത്ത, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുണ്ട്. അതിന് പ്രായമില്ല. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായാഹ്നത്തിൽ നിൽക്കുമ്പോൾ ഒരവസരം, അല്ലെങ്കിൽ എൻ്റെ ചെറുമകനോടൊപ്പം അല്ലെങ്കിൽ ചെറുമകളോടൊപ്പം അവർ പെർഫോം ചെയ്യുന്നത് പോലെ പെർഫോം ചെയ്യാനൊരു അവസരം കാത്തു നിൽക്കുന്ന അങ്ങനെയുള്ളവർക്കെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷം പൂർത്തീകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് പലരും ഈ കലയിടം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ഒരുപാട് പ്രായമായ ഒരുപാട് പേരെ ഒരു നിറഞ്ഞ സംതൃപ്തിയോടെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കലാരൂപം അവതരിപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയി തൊഴിൽകഴികളോടെ നിറഞ്ഞ മിഴിയോടെ പോകുന്ന ഒരുപാട് പേരെ കാണാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് വ്യത്യസ്തമായ ഒരു ഇടമാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. തീർച്ചയായും വളരെ മനോഹരമായൊരിടം ഈ രുചിയിടത്തിനോടൊപ്പം തന്നെ ചേർന്ന, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു കലയിടവും ഒരുക്കിയിരിക്കുന്നു. വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.